ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ കഴിഞ്ഞതാകുന്ന സെഷനിൽ നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരാളിനെക്കുറിച്ചും ക്ലോഷ്യസ് ഇനിക്വാലിറ്റി എന്ന് പറയുന്നതായ ഒരു സംവിധാനത്തെക്കുറിച്ചും കുറച്ച് ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സെഷനിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ആണേ. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാം. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിഫൈൻ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പരീക്ഷ എന്നതിൻ്റെ ഒരു പേടി നമുക്ക് അങ്ങ് ഇല്ലാതാവും. പരീക്ഷയുടെ പേടി ഇല്ലാതാക്കുകയാണ് വേണ്ടത്. കാര്യം പരീക്ഷ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ കാര്യമായ ടെൻഷനൊക്കെ വരുവാണെങ്കിൽ അറിയാവുന്നതും കൂടെ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. ശരി, അപ്പോൾ ചോദ്യം നോക്കേ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡീൽസ് വിത്ത്, അല്ലെങ്കിൽ കെൽവിൻ പ്ലാങ്ക് ഡീൽസ് വിത്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കെൽവിൻ പ്ലാങ്ക് എന്ന് പറയുന്നതായവനെ എവിടെയാണ് പരിചയപ്പെട്ടെ? നമ്മൾ കെൽവിൻ പ്ലാങ്ക് എന്ന് പറയുന്നവനെ എവിടെയാണ് പരിചയപ്പെട്ടത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനകത്താണ് പരിചയപ്പെട്ടത്. ശരിയാണോ? നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ സെക്കൻഡ് ലോയ്ക്കകത്താണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഒരു ചോദ്യം, ക്ലോഷ്യസിനെയോ? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നവനെ നമ്മൾ എവിടെയാണ് പരിചയപ്പെട്ടത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പരിചയപ്പെട്ടതും എവിടെ തന്നെയാണ്? നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനകത്ത് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി അവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരാ? കെൽവിൻ പ്ലാങ്ക് എന്തുമായി ബന്ധപ്പെട്ട്? ആലോചിച്ചോണം. അവിടെ കൺവേർഷൻ ഓഫ് എനർജി ആണോ? കൺവേർഷൻ ഓഫ് എനർജിയെക്കുറിച്ച് പറയുന്നത് ഫസ്റ്റ് ലോയ്ക്കകത്താണ്. ശരിയല്ലേ? അവിടെ നമ്മളോട് സംസാരിക്കുന്നത് കൺവേർഷൻ ഓഫ് മാസിനെ കുറിച്ച് എന്തായാലും അല്ല, കൺവേർഷൻ ഓഫ് ഹീറ്റിനെ കുറിച്ചാണ്. പക്ഷേ പെർഫെക്റ്റ്ലി അതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതാണ് സാധനം, കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക്. ഇതാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ് ഇത്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ആണോ? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്കിനെ കുറിച്ചാണ്. ഒന്ന് ഓർത്ത് നോക്കേടാ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനകത്തേക്ക് ഞാൻ കുറച്ച് ഹീറ്റ് ആകുന്ന ആളിനെ കൊടുക്കുന്നു. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കുന്നു? ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കംപ്ലീറ്റ് ആകുന്ന വർക്കും എന്താക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ ഹീറ്റിനെ കംപ്ലീറ്റ് ആകുന്ന വർക്കും എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. മീൻസ് ഈ കംപ്ലീറ്റ് ഹീറ്റിനെയും എനിക്ക് എന്താക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് വർക്കാക്കാൻ പറ്റില്ല. കുറച്ച് അവിടെ എന്ത് ചെയ്യൂടാ, വേസ്റ്റേജ് എന്നുള്ള രീതിയിൽ മറ്റൊരു റിസർവോയറിനകത്തേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. അവിടെ ഹീറ്റ് ഫ്ലോ നടന്നു പോകുന്നത് എവിടെ നിന്നാണ്? സോഴ്സിൽ നിന്നാണ്. എവിടേക്കാണ് ചെല്ലുന്ന? സിങ്ക്. എത്ര റിസർവോയർ വേണം? 2 റിസർവോയർ വേണം. ഒരാൾ സോഴ്സ്, ഒരാൾ സിങ്ക്. 2 റിസർവോയറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെക്കൻഡ് ലോ പ്രകാരം ഒരു ഡിവൈസ് വർക്ക് ചെയ്യത്തുള്ളൂ, ഹീറ്റ് ട്രാൻസ്ഫർ നടത്തി ഒരു വർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. നോക്കേടാ, ഹീറ്റ് ട്രാൻസ്ഫർ നടത്തി വർക്ക് ഉണ്ടാകണമെങ്കിൽ 2 എന്ത് വേണം? റിസർവോയറുകൾ വേണം. സിംഗിൾ റിസർവോയർ സിസ്റ്റം ഈസ് ഇംപോസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ റിസർവോയർ സിസ്റ്റം ഈസ് ഇംപോസിബിൾ എന്നാണ് പറഞ്ഞത്. നോക്കടാ, ഹീറ്റിനെ അവിടെ വർക്കാക്കി മാറ്റുന്നു. ഇതാണ് ചോദ്യത്തിൻ്റെ ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൃത്യമായിട്ട് സംഗതി മനസ്സിലാവുമോ? മനസ്സിലാവും. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, എന്താ ചോദ്യം മകളെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞതാകുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആകണം എന്നാണെങ്കിൽ, ഒരു പ്രോസസ്സ് എന്ന് പറയുന്നവൻ റിവേഴ്സിബിൾ ആകണം എന്നാണെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം നടക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഒന്നുകിൽ അവൻ റിവേഴ്സിബിൾ ആകണമെങ്കിൽ അത് ഐസോതെർമൽ പ്രോസസ്സ് ആയിരിക്കും. എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. അല്ലെങ്കിൽ അവൻ ആരായിരിക്കണോടാ? അഡയബാറ്റിക് ആകുന്ന പ്രോസസ്സായിരിക്കണം. ഓക്കെ ആണോ? അവൻ അഡയബാറ്റിക് ആകുന്ന പ്രോസസ്സായിരിക്കണം. എന്താ നമ്മളവിടെ ചോദിച്ചത്? തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ ആകുന്ന കണ്ടീഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ ആകുന്ന കണ്ടീഷൻ ഐസോതെർമലും അഡയബാറ്റിക്കുമാണ്. തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ ആകുന്ന കണ്ടീഷൻ.
ഒന്നുകൂടെ തെർമോഡൈനാമിക്കലി ഒരു സിസ്റ്റം അവിടെ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആക്കി മാറ്റുന്നുണ്ട് എന്നാണെങ്കിൽ അവിടെ ഒന്നുകിൽ അത് ഐസോതെർമൽ അല്ലെങ്കിൽ അഡൈബാറ്റിക് എന്ന രീതിയിലായിരിക്കും കണ്ടീഷൻ വരിക. ഓക്കെ ആണോ? ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ആരെ ഡിഫൈൻ ചെയ്യുന്നു? സെക്കൻഡ് ലോ എൻട്രോപ്പി എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ ആണോ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾ കാണിക്കുന്ന ഡിസോർഡർനെസ് എന്നാണ് അതിനെ നമ്മൾ വിളിച്ചത്. റാൻഡംനെസ് എന്നതാണ് നമ്മളതിനെ വിളിച്ചത്. മെഷർ ഓഫ് ഡീഗ്രഡേഷൻ എന്നാണ് അതിനെ വിളിച്ചത്. അത് ഒരു പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റമാണ്. അതുപോലെ അതൊരു പോയിന്റ് ഫംഗ്ഷനാണ് എന്ന് നമ്മൾ പഠിച്ചു. അവിടെ നിന്ന് ഈ പറയുന്ന എൻട്രോപ്പിയുടെ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റിയുടെ ഇക്വേഷനെ നമ്മൾ പഠിച്ചു. സൈക്ലിക് ആകുന്ന രീതിയിൽ കണ്ടോ, ഒരു ഇൻ്റഗ്രൽ കൊടുത്തു. dq/t എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ ആണോ? ലെസ് ദാൻ 0 എന്നാണ് വരുന്നതെങ്കിൽ ഇത് എന്ത് പ്രോസസ് ആയിരിക്കും? ഈ റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. എന്തായിരിക്കും? ഇത് ഈ റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. ഓക്കെ ആണോ? ഇവൻ റിവേഴ്സിബിൾ ആകുന്ന പ്രോസസ് ആയിരിക്കും. ഇനി ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നാണെങ്കിലോ? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇംപോസിബിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഇംപോസിബിൾ എന്നാണ് പഠിച്ചത്. ഡൗട്ട് ഉണ്ടോ? ഇനി അത് കഴിഞ്ഞ് ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി കഴിഞ്ഞ് നമ്മളൊരു കാര്യം പഠിച്ചു. ഡി എസ് എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് dq/t ആണെന്ന് പഠിച്ചു. ഇവിടെ എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്നൊരു സാധനം പറഞ്ഞു. എൻട്രോപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ ആണോ? എൻട്രോപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈക്ലിക് സിസ്റ്റത്തിനകത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. എന്താണ് സൈക്ലിക് സിസ്റ്റത്തിനകത്ത് എന്താണ് എൻട്രോപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസിങ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. സൈക്ലിക് പ്രോസസ് അല്ല, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ് പറഞ്ഞത് കേട്ടോ. എൻട്രോപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ് പറഞ്ഞത്. എൻട്രോപ്പി ഓൾവേസ് ഇൻക്രീസസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഓൾവേസ് ഇൻക്രീസസ് എന്നാണ് പറഞ്ഞത്. ഇതാണ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു. അവിടെ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നാണെങ്കിൽ, എൻട്രോപ്പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആണ്. ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. ചേഞ്ച് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ്സ് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഓക്കെ ആണോ? ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഓക്കെ ആണോ? ഇനി അവിടെ എൻട്രോപ്പി എന്ന് പറയുന്നതായ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഡി എസ് 0 ആകാനുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. dq 0 ആകുന്നു എന്നാണ് പറഞ്ഞത്. dq 0 ആകുമ്പോഴാണ് ഡി എസ് 0 ആകുന്നത്. അവിടെ ഐസെൻട്രോപ്പിക് എന്നാണ് അതിനെ പേരിട്ട് വിളിക്കേണ്ടതെന്നും പറഞ്ഞു. ഓക്കെ ആണോ? അതുപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നു, ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു. ആ സമയത്ത് എൻട്രോപ്പി എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ ആണെങ്കിൽ അവിടെ എൻട്രോപ്പി ഇൻക്രീസസ് അല്ലെങ്കിൽ എൻട്രോപ്പി പോസിറ്റീവ്. അവിടെ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത് എങ്കിൽ എൻട്രോപ്പി ഡിക്രീസസ്, എൻട്രോപ്പി നെഗറ്റീവ്. ഇനി സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസസ്, ഗ്യാസിൽ നിന്ന് സോളിഡിലേക്ക് വരുമ്പോൾ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്ത് വരും? ഗ്യാസിലേക്ക് എത്തുമ്പോൾ ഇൻക്രീസാണ്, അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഡിക്രീസ് എന്നായിരിക്കും വരേണ്ടത്. ഓക്കെ ആണോ? ഇത്രയും ആകുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയാകുന്നവണ്ണം മനസ്സിലാക്കി. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഒരു ഫ്രിക്ഷൻലെസ് ആകുന്ന ഒരു ഹീറ്റ് എൻജിൻ 100% എഫിഷ്യൻ്റ് എപ്പോഴാണ് സാധ്യമാകുന്നത്? എക്സോസ്റ്റ് ടെമ്പറേച്ചർ എങ്ങനെയാണെങ്കിൽ. കണ്ടോ, എക്സോസ്റ്റ് ടെമ്പറേച്ചർ ആരാകുമ്പോഴാണ് അവിടെ എഫിഷ്യൻസി 100% ആകുന്നത്? ഇവിടെ ടെമ്പറേച്ചർ മുഖാന്തരമുള്ളതാകുന്ന എഫിഷ്യൻസിയുടെ റിലേഷനാണ് വേണ്ടത്. ഒരു ഫ്രിക്ഷൻലെസ് ആകുന്ന ഹീറ്റ് എഞ്ചിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? എനിക്കറിയാം, T1 - T2 ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ അവിടെ ആൻസർ വരുന്നത്? T2. കണ്ടോ, നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നതായ ആളിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കേ. ഇവിടെ സോഴ്സ് ആകുന്ന ആളുണ്ട്. ഓക്കെ ആണോ? ഇവിടെ സിങ്ക് ആകുന്ന ആളുണ്ട്. ഓക്കെ ആണോ? ഇനി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ഓക്കെ ആണോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് Q1 ഫ്ലോ ചെയ്തു, ഇങ്ങോട്ട് Q2 ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ടെമ്പറേച്ചർ T1, ഇത് ടെമ്പറേച്ചർ T2 എന്നാണ് പറഞ്ഞത്.
ഇവിടെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വർക്ക് ഡണ്ണ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W ആണ്, ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 ആണ്. എന്താണെടാ? Q1 ആണ്. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? Q1ഉം Q2ഉമായിട്ടുള്ള ഡിഫറൻസ് എടുത്താൽ മതി, ഡിവൈഡഡ് ബൈ Q1. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഇവിടെ T2 ആണോടാ വരണ്ടേ? അല്ല 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 അല്ല, ഇവിടെ ആരാ വരണ്ടേ? T1 ആ വരണ്ടേ. കണ്ടോ? നമ്മൾ തെറ്റ് വന്നാലും അതിനെ എങ്ങനെയാണ് തിരുത്തുന്നതെന്നും കൂടെ മനസ്സിലാക്കി പോണേ. കണ്ടോടാ? അപ്പോഴേതാ ഈ ഒരു ഫിഗർ ഓർക്കണം, ആ ഇക്വേഷൻ ഓർക്കണം, തന്നെ കറക്റ്റ് ആയിക്കോണം. ഇത് ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ തന്നെ ചെയ്തു വന്നതാണ്. കണ്ടോടാ? ഇല്ലെങ്കിൽ ഞാനിത് എടുത്തെഴുതേണ്ട കാര്യമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്ക്, അവർ ചോദിക്കുക ഇവിടെ 100% എഫിഷ്യൻ്റ് ആകണം. 100% എഫിഷ്യൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 100% എഫിഷ്യൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന കാര്യം എന്താണെന്നറിയോ? ഈ പറയുന്ന T2 എന്ന് പറയുന്നതാകുന്നവൻ്റെ വാല്യൂ എന്തായാൽ മതി? 0 ആയാൽ മതി. സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ എന്തായാൽ മതി? 0 ആയാൽ മതി. ഇവിടെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ ആയതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇത് 0 കെൽവിൻ ആയാൽ മതി. ഓക്കെ ആണോ? 0 കെൽവിൻ ആയാൽ മതി. ഓക്കെ ആണോ? ആണ്. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? T1 മൈനസ് 0 ഡിവൈഡഡ് ബൈ T1. അപ്പോൾ T1 മൈനസ് 0 എത്ര? T1 ഡിവൈഡഡ് ബൈ T1. ആൻസർ എത്ര വരുന്നുണ്ട്? 1. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ഇൻറ്റു 100 കൂടെ കൊടുക്കണമായിരുന്നു ഇവിടെ. ഓക്കെ, എന്നാലേ ഇത് പെർസെൻറ്റേജ് ആവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ആൻസർ 1 വരും, അത്രയല്ലേ ഉള്ളൂ. അവിടെ ആൻസർ 1 വന്നത് എപ്പോഴാണ്? എടാ 0 കെൽവിൻ ആകുമ്പോഴാ. എപ്പോഴാണ് വന്നേ? 0 കെൽവിനാണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണ് എന്ത് വരുന്നത്? എടാ അവിടെ എഫിഷ്യൻസി 100% വരുന്നത്. പിടികിട്ടിയോ? പിടികിട്ടി. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ക്ലൗഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് അലോയി എന്നല്ല ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അവർക്ക് വേണ്ടത് ക്ലൗഷ്യസ് സ്റ്റേറ്റ്മെൻറ്റാണ്. ക്ലൗഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? പോട്ടെ, കെൽവിൻ പ്ലാങ്ക് എന്താ? കെൽവിൻ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ റിസർവയർ സിസ്റ്റം എന്നൊരു സാധനം പറ്റൂല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സിസ്റ്റം ടു ട്രാൻസ്ഫർ ഹീറ്റ് വിത്ത് എ സിംഗിൾ റിസർവയർ എന്നാണ് പറയുന്നത്. അത് തന്നെ കെൽവിൻ പ്ലാങ്ക് മാറി ക്ലൗഷ്യസ് ആകുമ്പോൾ എന്തായി മാറും? അവിടെ ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ സെൽഫ് ആക്ടിങ് ആകുന്ന രീതിയിൽ ഫ്ലോ നടക്കും. പക്ഷേ തിരിച്ച് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് സെൽഫ് ആക്ടിങ് ഫ്ലോ നടക്കില്ല. അവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻ്റ് ആകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ഫോഴ്സ് കൊടുത്തുകൊണ്ട് ആ പറയുന്ന പരിപാടി അവിടെ നടത്താൻ, വർക്ക് കൊടുത്തുകൊണ്ട് ആ പറയുന്ന ഒരു പരിപാടി നടത്താൻ. നോക്കേടാ, ഹീറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം ലോ ടു ഹൈ എന്നാണോ? അല്ല, തെറ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഇൻ എ സൈക്ലിക് പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സിലെ കാര്യമാണ് പറയുന്നത്. ശരിയാ? ഫ്രം ലോ ടു ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് എനി വർക്ക് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സ്. മക്കളെ ഇത് പക്കയാണ്. എടാ, ഒരു എക്സ്റ്റേണൽ സോഴ്സിൻ്റെ സഹായമില്ലാതെ ഒരു സൈക്ലിക് പ്രോസസ്സിൽ ലോ ടു ഹൈയിലേക്ക് ടെമ്പറേച്ചറിലേക്ക്, ലോ ടു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത്. അതാ ശരി. ഇനി നോക്കാം, ഹീറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ സോഴ്സ് ഇഫ് എ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് പ്രോസസ് ഇസ് മോർ ദാൻ യൂണിറ്റി. ഇങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ഇല്ല. പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന്. എല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ. പഠിക്കാത്തതായിട്ട് എന്തെങ്കിലും ഒന്ന് കാണുന്നെങ്കിൽ അത് തെറ്റാന്നാ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ. അടുത്ത നോക്കാം, ഹീറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം ലോ ടു ഹൈ ടെമ്പറേച്ചർ സോഴ്സ് വിത്ത് വർക്ക് ബീയിങ് ഡൺ ഫ്രം എക്സ്റ്റേണൽ സോഴ്സ്. വർക്ക് ബീയിങ് ഡൺ ഓൺ എക്സ്റ്റേണൽസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, സംഗതിയൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റേതാകുന്ന ബെസ്റ്റ് സ്യൂട്ടഡ് വെർഷൻ നോക്കണം, അത് ബി തന്നെയല്ലേ വരൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതാകുന്ന ചോദ്യം നോക്കുക. ഒരു സോളാർ ബേസ്ഡ് ആകുന്ന ഒരു സിസ്റ്റത്തെ നോക്കുന്നു. എന്താണടാ? ഒരു സോളാർ ബേസ്ഡ് ആകുന്ന ഒരു സിസ്റ്റത്തെ നോക്കുന്നു. ആ എനർജി ബേസ്ഡ് ആകുന്ന ഹീറ്റ് എൻജിൻ ആകുന്ന സിസ്റ്റത്തിനകത്ത് വിച്ച് റിസീവ്സ് 80 കിലോജൂൾ ഓഫ് ഹീറ്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് റിജക്റ്റ് 70 കിലോജൂൾസ് ഓഫ് ഹീറ്റ്. ഇവിടെ കിലോജൂൾസ് ഓഫ് ഹീറ്റ് ടു ദ ആംബിയൻറ്റ്. കണ്ടോ? ആംബിയൻറ്റ് ടു ദി അറ്റ്മോസ്ഫിയർ എന്നോ അല്ലെങ്കിൽ ടു ദ ആംബിയൻ്റ് എന്നോ എഴുതിയാൽ മതിയാവും. ടു ദ അറ്റ്മോസ്ഫിയർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ടു ബി ഡിസൈൻഡ്. ഇത് ഉണ്ടാക്കണം നമുക്ക്. എങ്കിൽ ദ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടുത്തെ പ്രശ്നം എനർജിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ വാല്യൂവും തന്നിട്ടുണ്ട്. ആരെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന
നിലവിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അവിടെ എനർജി വാല്യൂ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതാകുമ്പോൾ റിയൽ ടൈം എഫിഷ്യൻസി എത്രയാണെന്ന് കിട്ടും. ടെമ്പറേച്ചർ സെൻസിൽ നോക്കിയാൽ ഐഡിയൽ എഫിഷ്യൻസി മാത്രമേ നമുക്ക് കിട്ടൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ എന്തായിരിക്കും വരിക? ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ. ഇവിടെ എഫിഷ്യൻസി ആകുന്ന ആൾ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നതായിരിക്കും വരിക. വർക്ക് ഡണ്ണ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്നായിരിക്കും വരിക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വർക്ക് എന്നതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കണം. ഇവിടെ റിസീവ് ചെയ്യുന്നു എന്ന് പറയുന്നത് 80, അപ്പോൾ Q1 ആണോടാ. അവിടെ റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആരാണടാ? താണ്ടേ 70, അത് Q2. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 മൈനസ് Q2. കണ്ടോ? ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? Q1. കണ്ടോ? അപ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? ഇവിടെ എഫിഷ്യൻസി പെർസെൻറ്റേജിൽ വേണമെങ്കിൽ ഒരു ×100 കൂടെ കൊടുക്കണേ. ഓക്കെ, ഇവിടെ ഒരു ×100 എന്നങ്ങ് എഴുതി വെച്ചു. ഇതൊക്കെ ലോജിക്കാണ്. Q1 എത്ര? 80 മൈനസ് Q2 എത്ര? 70. Q1 എത്ര? 80 × 100. 80 നിന്ന് 70 പോയാൽ എത്ര വരും? 10 ബൈ 80 ഗുണം 100. ആൻസർ എത്ര വരും? കണക്ക് കൂട്ടിപ്പറ. അവിടെ ആരൊക്കെ വെട്ടിപ്പോകും? ദാണ്ടേ 1 0 വെട്ടിപ്പോയി. 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുമെന്നറിയോ? 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുമെന്നറിയോ? 1 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.125. ഇതാണ് അതിൻ്റെ വാല്യൂ. ഇതിനെ ഒരു ×100 കൂടെ കൊടുത്താൽ എന്തോ വരും? ഇതാ നോക്കിക്കോണം, 12.5% എന്ന് വരും. എന്തോ വരും? 12.5%. കണ്ടോ, വളരെ സിമ്പിളാണ്. 12.5%. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായിട്ട് ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും ഒരു തെറ്റ് വന്നാൽ നമുക്ക് തന്നെ എറർ കറക്ഷൻ നടത്താൻ പറ്റും. ചോദ്യം പറയുന്ന കാര്യങ്ങളെ വേഗത്തിൽ മനസ്സിലാക്കാനും പറ്റും. മക്കളുമാരൊരു കാര്യം തിരിച്ചറിയുക, നമ്മുടെ ഏറ്റവും വലുതാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതോ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ളതോ ഒന്നും അല്ല. ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചോദ്യത്തെ മനസ്സിലാക്കാൻ എത്രത്തോളം ആകുന്നവണ്ണം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആകുന്നവണ്ണം വായിക്കാമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്താമോ അത്രത്തോളം കണ്ടെത്തുക. ഇതങ്ങ് കീപ്പ് ചെയ്ത് എന്ത് ചെയ്യുക? സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുവേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകുമ്പോൾ ചോദ്യം എന്താണ്? ഇഫ് എ ഹീറ്റ് എൻജിൻ, ഇവിടെ എന്താ മക്കളെ പറഞ്ഞേക്കുന്നത്? ഒരു ഹീറ്റ് എൻജിനുണ്ട്. റിസീവ് 900 kJ. എത്രയാടാ? 900. ആൻഡ് ഓപ്പറേറ്റിംഗ് അറ്റ് 60% എഫിഷ്യൻസി ആൻഡ് ദ ഹീറ്റ് റിജക്റ്റഡ് ഈസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എഫിഷ്യൻസിയുടേതാകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ എന്തെന്നാണ് എടുക്കേണ്ടത്? ഹീറ്റ് സപ്ലൈഡ്, ദാറ്റ് ഈസ് Q1. ഓക്കെ ആണോ? ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 60% എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 60 ഡിവൈഡഡ് ബൈ 100. കണ്ടോ? 60 ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണോ? ആണോടാ? ആണ്. ഇനി ഇവിടെയും ഒരു 100 കൊടുക്കുന്നത് ഈ തെറ്റൊന്നുമില്ലേ? ഇവിടെയും ഒരു 100 കൊടുക്കുന്നത് ഈ തെറ്റൊന്നുമില്ലേ? കാര്യം പെർസെൻറ്റേജിലേക്ക് ആകണമെങ്കിൽ ആ ×100 അവിടെ വേണമേ. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും ആദ്യം എന്താ ഇങ്ങനൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും മതിയാവും. 60% ആകുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു Q1 റിസീവ് ചെയ്യുന്ന എമൗണ്ട് 900 മൈനസ് Q2 ഡിവൈഡഡ് ബൈ എന്തോ വരും? അവിടെ Q1 എന്ന് തന്നെയല്ലേ? Q1 900. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാകുന്ന കാര്യമെന്ന് നമുക്ക് ഇവിടെ ഗസ് ചെയ്യാൻ പറ്റും. പല വഴികളുണ്ട് ആൻസറിനകത്തേക്ക് എത്താൻ. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ദാണ്ട് ഈ 900 ദാണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കോണേ. ഇവിടെ 60/100 ഉണ്ട്. ഓക്കെ ആണോ? ഇവിടെ 900 മൈനസ് Q2 ഡിവൈഡഡ് ബൈ 900. എത്ര 0 വെട്ടിപ്പോയി? 2 0 വെട്ടി. ഈ 9 ഇനി ഇങ്ങോട്ട് വരും. 6 9 എത്രടാ? 54. ദാറ്റ് ബിക്കംസ് 540 ഈസ് ഈക്വൽ ടു 900 മൈനസ് Q2. കണ്ടോടാ? ഇനി പറ Q2 എന്ത് വരും? Q2 ഈസ് ഈക്വൽ ടു 900 മൈനസ് 540. ആൻസർ എത്രയാണ് വരിക? 0. 10 നിന്ന് 4 പോയ 6, 8 നിന്ന് 5 പോയ 3. മൈ ആൻസർ ഈസ് 360 kJ. കണ്ടോ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഇത്രയേ ഉള്ളൂ. അവിടെ ആ ബൈ 100 കൊടുക്കണം, എന്നാലേ ഉള്ളൂ.
ആ ഇൻറ്റു 100 കൊടുക്കണ്ട. കാര്യം എന്താ, ഇവിടെ ഒന്നുകിൽ ബൈ 100 അല്ലെങ്കിൽ ഇൻറ്റു 100 ഏതെങ്കിലും ഒന്ന് മതി. ഇവിടെ ഇൻറ്റു 100 കൊടുക്കുവാണെങ്കിൽ ഇവിടെ 60 എന്ന് മാത്രം എഴുതിയാൽ മതി. ബൈ 100 കൊടുക്കുവാണെങ്കിൽ മറ്റേതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. സോ ദി ആൻസർ എന്ത് വരും ഇവിടെ? 360 കിലോ ജൂൾ വരും കേട്ടോ. നമ്മൾ ഓരോന്നും കാര്യങ്ങൾ എഴുതുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. നമ്മളിപ്പോൾ ആദ്യമേ നിങ്ങളിപ്പം ഞാനതാ പറഞ്ഞത്, ആദ്യമേ ഒരു കാര്യം ചെയ്താൽ 60/100 എന്ന് എഴുതണ്ട, അങ്ങനെ അങ്ങ് എഴുതി വാ എന്ന് പറയുന്നത് അതുകൊണ്ട്. ഇവിടെ പെർസെൻറ്റേജ് എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് ഇവിടുത്തെ ഇൻറ്റു 100 കൊടുക്കണ്ട. എന്താ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 ഇവിടെ കൊടുത്താൽ മതി, ആ ഇൻറ്റു 100 അവിടെ കൊടുക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ആൻസറിൻ്റെ ബൈ 100 ഉണ്ടെങ്കിൽ അവിടെ ഇൻറ്റു 100 വേണ്ട. ഇവിടെ 60 എന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ ഇൻറ്റു 100 കൊടുക്കുകയും വേണം. ആ രീതിയിൽ ചിന്തിക്കുക. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 360. ഒന്നുകൂടെ നമ്മൾ എന്താ പറഞ്ഞേ? നമുക്കറിയാവുന്നതായ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തെന്നാണ് പറഞ്ഞേ? Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 എന്നാണ് പഠിച്ചത്. ഇവിടെ നമുക്ക് കുറേ രീതിയുണ്ട് ആൻസർ കണ്ടുപിടിക്കുക. എന്താ ഞാനിവിടെ എഴുതി എഫിഷ്യൻസി 60ആണ്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി പെർസെൻറ്റേജ് ഓഫ് 60 എന്ന് എഴുതില്ല കണ്ടോ. 60% പെർസെൻറ്റേജ് ഓഫ് 60 അല്ല, 60% എന്ന് എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു 100 കൊടുക്കണം. ഇനി നോക്കേ, ഇത് 900 മൈനസ് Q2 ഡിവൈഡഡ് ബൈ എന്തായടാ? 900 എന്നായി. 2 0 ഇവിടെ കിടക്കുന്ന ആ 100 വെട്ടിമാറ്റും കണ്ടോ. ബാക്കിയാകുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരും. 540 ഈസ് ഈക്വൽ ടു 900 മൈനസ് Q2. അവിടെ നിന്ന് Q2 ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ? 360 കിലോ ജൂൾസ് എന്ന് വരും. ഓക്കെ ആണോ? ഇതാണ് മക്കളെ അതിൻ്റെ ആൻസർ. അപ്പം പിടികിട്ടി. അടുത്തതാകുന്ന ചോദ്യം, എ തെർമൽ റിസർവയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, ഒരു റിസർവയർ എന്ന് പറഞ്ഞാൽ എന്താ? എത്രത്തോളം സാധനം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുത്തോ അവനത് സ്വീകരിച്ചോളൂ. അതാണ് എൻ്റെ ജോലി. അത് ഇൻഫൈനൈറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും. അതിനർത്ഥം എന്താ? അവൻ്റെ കയ്യിൽ ഇൻഫൈനൈറ്റ് ആകുന്ന ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാകും. അതായത് അവൻ്റെ കയ്യിൽ ഇൻഫൈനൈറ്റ് ആകുന്ന ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാകും. പിടികിട്ടുമോ? പിടികിട്ടും. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. ഫോർ എ റിവേഴ്സിബിൾ അഡിയബാറ്റിക്, എന്താ പറഞ്ഞേ? ഫോർ എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സുകൾ അഡിയബാറ്റിക് ആണ്. കണ്ടോ, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എടുത്തു, അത് ഒരു അഡിയബാറ്റിക് പ്രോസസ്സാണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തായിരിക്കും എന്നാണ് ചോദ്യം. എടാ, റിവേഴ്സിബിൾ ആണ്, അഡിയബാറ്റിക് ആണ്. അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എക്സ്ചേഞ്ച് ഈസ് ഈക്വൽ ടു 0 ഹീറ്റ് എക്സ്ചേഞ്ച് 0 ആണെങ്കിൽ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു 0 എൻട്രോപ്പിയുടെ ചേഞ്ച് ഈക്വൽ ടു 0. എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആയി എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റൻറ്റ്. എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റൻറ്റ്. എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അവർ ചോദിക്കുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പിയാടാ, അത് 0. കണ്ടു. അവർ ചോദിക്കുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പിയാ, അത് 0. അടുത്ത ചോദ്യം നോക്കേ. ഏരിയ അണ്ടർ ദ TS ഗ്രാഫ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? താണ്ടേ ഒരു ഗ്രാഫ് വരച്ചു. ഇവിടെ T ആണ്, ഇവിടെ S ആണ്. ഇവിടെ ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആരെ തരും എന്നാണ് ചോദ്യം. നമുക്കറിയാം അവിടെ എൻട്രോപ്പി എന്ന് പറയുന്നതും ടെമ്പറേച്ചറുമായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞതാകുന്ന ഹീറ്റുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട്. അവിടെ ശരിക്കും നമുക്കവിടെ ഏരിയ എടുക്കുമ്പോൾ കിട്ടേണ്ടതായത് ആരെ ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. അവിടെ ഒരു പാത്ത് ഫംഗ്ഷൻ ആകുന്ന ആളിനെയാണ് നമുക്ക് ഏരിയ എടുക്കുമ്പോൾ കിട്ടേണ്ടത്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ആരാ? ഹീറ്റ് ട്രാൻസ്ഫർ. കണ്ടോ, ചോദ്യത്തിനകത്തുണ്ട് ആ പാത്ത് ഫംഗ്ഷൻ ആകുന്നവൻ ആരാണ് മക്കളെ? അതാണ് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ. മനസ്സിലായി? പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ TS ഡയഗ്രത്തിനകത്ത് നിന്ന് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എന്നത് നമുക്ക് കിട്ടണം എന്നാണെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സൈക്ലിക് പ്രോസസ്സിനകത്തെ റിവേഴ്സിബിൾ ആകുന്ന കണ്ടീഷൻ. കണ്ടോ, സൈക്ലിക് പ്രോസസ്സ് മീൻസ് റിവേഴ്സിബിൾ പ്രോസസ്സ്. എല്ലാത്തിൻ്റെ ഒന്നും കിട്ടത്തില്ല. ഇറിവേഴ്സിബിളിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അതും പറ്റത്തില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ അഡയബാറ്റിക് പ്രോസസ്സ് അഡയബാറ്റിക് ആകണം എന്നാണെങ്കിൽ ഒന്നാലോചിച്ചൊക്കെ. DQ ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് DS ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എൻട്രോപ്പി എന്ന് പറയുന്നത് അവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണോ? എൻട്രോപ്പി കോൺസ്റ്റൻ്റ്. അതായത് DS എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഏരിയ വരയ്ക്കാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇത് S ആണെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ ഇരിക്കുവാന്നാ. ഇവിടെ ഏരിയ പ്ലോട്ട് ചെയ്യാനുള്ളത്. പറഞ്ഞാൽ മനസ്സിലായോ? അവിടെ ഏരിയ പ്ലോട്ട് ചെയ്യാൻ എന്താ ഉള്ളത്? അവിടെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ്. അവിടെ ഏരിയ പ്ലോട്ട് ചെയ്യാനൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നായിരിക്കും വരിക. നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ. ഓക്കെ ആണോ? അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ദ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് എന്താണെന്നാ പറഞ്ഞേ?
ദ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നെറ്റ് വർക്ക്, കണ്ടോ, ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ബൈ എക്സ്ചേഞ്ചിങ് ഹീറ്റ് ഒൺലി വിത്ത് സിംഗിൾ തെർമൽ എനർജി റിസർവയർ. ഇത് നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വയലേഷനാണ് കേട്ടോ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വയലേഷനാണ്. അവർ പറഞ്ഞത് സിംഗിൾ റിസർവയർ സിസ്റ്റത്തിൻ്റെ കാര്യമല്ലേ, സിംഗിൾ റിസർവയർ സിസ്റ്റത്തിൻ്റെ കാര്യമല്ലേ അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നല്ലേ പറയുന്നത്. അത് പോസിബിൾ ആണെങ്കിൽ, അത് ആ ഐഡിയൽ കണ്ടീഷനിൽ അതിനെ വിളിക്കുന്ന പേര് പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്നല്ലേടാ അതിനെ വിളിക്കുന്നത്. പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്നല്ലേടാ നമ്മൾ അതിനെ വിളിക്കുന്നത്. ആണ്. അടുത്തതാകുന്ന ചോദ്യം ഇല്ല. ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. മക്കളെ, വളരെ കൃത്യമാകുന്ന വണ്ണം നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ളതാകുന്ന യാത്രയൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നതാകുന്നതിൻ്റെ പരമാവധിയാകുന്ന വണ്ണവും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം വേറൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഞാൻ എത്രത്തോളമാകുന്ന എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്കും അറിയാൻ സാധിക്കണം. എങ്ങനെ അറിയാൻ സാധിക്കണം? നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഓരോന്നിലും അതുണ്ടാകണം. ആ ഒരു വിശ്വാസം, ആ ഒരു ആവശ്യം, ആ ഒരു അത്യാഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മക്കളെ, എപ്പോഴും ഞാൻ പറയുക, പഠിപ്പിക്കുന്നതെന്തോ അത് നല്ലതുപോലെ പഠിക്കുക. അധികമായി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൃത്യമാകുന്ന വണ്ണം പറയുന്ന കാര്യങ്ങൾ പഠിക്കൂ. പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കും വേണ്ടതാകുന്ന എല്ലാ ചോദ്യങ്ങളും, എല്ലാത്തിനും ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ ആണേ? കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ. ബൈ.